ദുരന്തഭൂമിയിൽ പറന്നിറങ്ങി സൈന്യം മണിക്കൂറുകൾക്കുള്ളിലാണ് ബെയിലി പാലം നിർമ്മിച്ചത്. മഹാദുരന്തത്തിൽ ഒറ്റപ്പെട്ടുപോയ മുണ്ടക്കയിലേക്ക് എത്തിപ്പെടാനാണ് ഈ പാലം. 1942 രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരമൊരു പാലം ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഇന്നും ഈ പാലങ്ങൾ അറിയപ്പെടുന്നത്. മുൻകൂട്ടി നിർമ്മിക്കപ്പെട്ട ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും അതുപോലെ തന്നെ എളുപ്പത്തിൽ എടുത്തു മാറ്റാവുന്ന തരത്തിലുമുള്ള താൽക്കാലിക പാലമാണ് ഇത്. ഉരുക്കും തടിയുമാണ് പാലത്തിന്റെ പ്രധാന ഘടകങ്ങൾ. മുൻപ് നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ എവിടെയാണോ പാലം ആവശ്യമായുള്ളത് അവിടേക്ക് എത്തിച്ച് കൂട്ടിച്ചേർത്താണ് ഇത് നിർമ്മിക്കുന്നത്. വലിയ ചരിവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തര ഘട്ടങ്ങളിലാണ് ഇവ പ്രയോജനപ്പെടുത്തുക. ഇവ നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെ ഒന്നും ആവശ്യമില്ല. കൂട്ടിച്ചേർക്കാൻ ഭാരം കൂടിയ യന്ത്രങ്ങളും വേണ്ട. തടി കൊണ്ടും സ്റ്റീൽ കൊണ്ടും മുൻപ് തന്നെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ചെറുഭാഗങ്ങൾ ഭാരം കുറഞ്ഞതും ചെറുതുമായതിനാൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ട്രക്കിൽ കൊണ്ടുപോകാൻ പ്രയാസമുണ്ടാകില്ല. ഭാരം കുറഞ്ഞ ഭാഗങ്ങളായതിനാൽ പരസ്പരം ഘടിപ്പിക്കാനാകും. ക്രെയിനിന്റെ ആവശ്യം വരുന്നില്ല. ഇവ നല്ല ഉറപ്പുള്ളതാണ്. ടൺ കണക്കിന് ഭാരമുള്ള വലിയ യുദ്ധ ടാങ്കുകളെ വരെ ഇതിലൂടെ കൊണ്ടുപോകാനാകും. 1996 നവംബർ 8 കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് പമ്പാ നദിക്ക് കുറുകെ ആദ്യമായി ബെയിലി പാലം നിർമ്മിച്ചത്. പമ്പാ നദിക്ക് കുറുകെയുള്ള 36 വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് അതിനു പകരം ഇത്തരം താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത്. ദുരന്തമുഖത്ത് സകലതും നഷ്ടപ്പെട്ട മനുഷ്യർക്കായി രക്ഷാകരങ്ങൾ കൊണ്ട് ദൗത്യസംഘം സാന്ത്വനമാകുമ്പോൾ സൈന്യം നിർമ്മിച്ച ഈ പാലത്തിലേറി രക്ഷാദൗത്യം വിജയത്തിലെത്തട്ടെ. മേജർ ജനറൽ VT മാത്യു ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. സാർ, ഇത് വയനാടിനെ പോലുള്ള ഒരു ഭൂമിയിൽ ഒരുപക്ഷെ ഇതുപോലുള്ള സൈന്യത്തിന്റെ ഇടപെടലൊക്കെ ആളുകൾക്ക് ഒരു പരിചിതം ഉണ്ടാവില്ല. ഏത് രീതിയിലാണ് ഇപ്പോൾ ഈ നിർമ്മാണം നടക്കുന്നത്? എങ്ങനെയായിരിക്കും ഇനി ഇതിലൂടെയുള്ള സഞ്ചാരവും ബാക്കി കാര്യങ്ങളൊക്കെ? ഈ ബ്രിഡ്ജ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഇത് ഇവിടെ ഉറപ്പിക്കാൻ വേണ്ടി 160ഓളം ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന ബ്രിഡ്ജിൽ എന്തൊക്കെ വണ്ടി പോയിക്കൊണ്ടിരുന്നു, ഏകദേശം ആ വണ്ടികളെല്ലാം ഇതിലെ പോകാൻ സാധിക്കും. ഏകദേശം 190 അടി നീളമുള്ള ബ്രിഡ്ജും അതിനോടുള്ള അപ്രോച്ച് റോഡുമാണ് നമ്മൾ നിർമ്മിക്കുന്നത്. 190 അടിയുള്ള ബ്രിഡ്ജ്, പിന്നെ അപ്രോച്ച് റോഡ് ഓൾറെഡി ഉണ്ട്. അതിന്റെ ബ്രിഡ്ജിലേക്ക് കയറാനുള്ള ഒരു റാമ്പ് മാത്രം ഞങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഏതായാലും ഈ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകൾക്കിടയിലും അഭിനന്ദനാർഹമായ ഒരു ഇടപെടലാണ് സൈന്യത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്.